എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി. ഇനി ആവശ്യത്തിന് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഞാൻ ഇതേപോലെ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത പോർഷനാണ് ഇത്. ഞാനിപ്പോൾ ഒരു ചെറിയ ബ്രെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ ചീസ്, 2 മുട്ട. ആദ്യം തന്നെ നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും സവോളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവോള ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതും. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, തക്കാളി ഒരു ഹാഫ്, പച്ചമുളക് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് അടച്ചു വെക്കുകയൊന്നും വേണ്ട, നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കാരണം കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള മസാല ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ മസാലയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചേർക്കാവുന്നുള്ളൂ. ഞാനിപ്പം വളരെ കുറച്ച് മസാല ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം, ഓയിലോ. ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്തേക്കുന്നത്. ഇനി ആ ബ്രെഡ് ഇതേപോലെ നടുക്കുന്ന് കട്ട് ചെയ്ത ബ്രെഡ് ഇതേപോലെ വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് മുട്ടയാണെങ്കിൽ 2 എണ്ണം അല്ലേ എടുത്തേക്കുന്നത്, അതിൽ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തതാണ്. അപ്പം അത് ഇതിൻ്റെ നടുക്കോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തന്നെ നമ്മളുടെ മസാല ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുട്ട ഒഴിച്ചു, അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ മസാല ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ഒരു സാധാ ചെറിയ ബ്രെഡാണ്. നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം കുറച്ചുകൂടെ വലുപ്പമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്ര മസാലയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് മാറ്റിയ ആ പോർഷൻ ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ നടുക്കത്തെ ആ പോർഷൻ നല്ല പൊങ്ങി നിൽക്കും. ഇനി നമുക്ക് ഇതിന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിരിച്ചിടുമ്പം ഈ അടിയിലത്തെ ഭാഗം കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം ബട്ടറിൻ്റെ ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് തിരിച്ച് കൊടുക്കാം. അപ്പം അടിയിലത്തെ ഭാഗം ഇതേപോലെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബട്ടർ തേച്ചത് കൊണ്ട് ഇപ്പം നമ്മൾ തിരിച്ചിട്ട ഭാഗം അതേപോലെ തന്നെ വരും. അപ്പം നിങ്ങൾക്ക് എത്ര ഫ്രൈ ആക്കണോ അതനുസരിച്ച് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എത്ര നേരം ഇത് ഫ്രൈ ആവണോ അത്രയും സമയം വെച്ചോ. പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം സൈഡെല്ലാം. കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നടുക്ക് ഇത് അടച്ച് വെച്ചതായിട്ട് തോന്നത്തേ ഇല്ല. അപ്പം അത്ര നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ മസാല നല്ല ഫില്ലായിട്ടുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക് യു.